പാസ്റ്റർ ബിജു വടക്കെ കുറിച്ച് മുന്നോട്ട് കടന്നു വന്ന് സാംസ് റീഡ് ചെയ്യുന്നതായിരിക്കും. For Psalms reading, I call upon Pastor Biju. Praise the Lord. തൊണ്ണൂറാമത്തെ സങ്കീർത്തനം Psalms 90 ഇവിടെ വായിക്കുന്നു. കർത്താവേ, നീ തലമുറ വരെ എന്റെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങളുണ്ടായാലും നീ ഭൂമിയെ ഭൂമണ്ഡലത്തിൽ നിർമ്മിച്ചതിന് മുമ്പ് നീ അനാദിയായ ശാശ്വതമായ ദൈവമാകുന്നു. നീ മർത്തിനെ പൊടിയിലേക്ക് മടങ്ങിച്ചേറിമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിരുന്ന് അറിവ് ചെയ്യുന്നു. 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ നില കഴിഞ്ഞു പോയ ഒരു ദിവസം പോലെയും രാത്രിയിൽ യാമം പോലെ മാത്രം ഇരിക്കുന്നു. നീ അവരെ ഒഴുക്കിക്കളയുന്നു. ഓർമ്മ പോലെ അത്രേ. രാവിലെ മുളച്ചു വളരുന്ന പുല്ല് പോലെയാകുന്നു. അത് രാവിലെ തഴച്ചു വളരുന്നു, വൈകുന്നേരം അത് അരിഞ്ഞു വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചു, നിന്റെ ക്രോധത്താൽ ക്ഷണിച്ചു പോകുന്നു. നീ ഞങ്ങളുടെ അകത്യങ്ങൾ നിന്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യഭാവങ്ങൾ നിന്റെ മോഹപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെ നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങൾ ഞങ്ങളുടെ നെടുവർ പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെ ആയാൽ 80 സംവത്സരം. അതിന്റെ പ്രതാപം പ്രയാസം ദുഃഖമത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിന്റെ ശക്തിയെ നിന്നെ ഭയപ്പെടുവാൻ തക്കോണം നിന്റെ ക്രോധത്തെ ഗ്രഹിക്കുന്നവനാ ഞാനുമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കോണം ഞങ്ങളുടെ നാളുകൾ എണ്ണുവാൻ ഞങ്ങളെ പ്രതീക്ഷിക്കണമേ. യഹോവേ, മടങ്ങി വരണമേ. എത്രത്തോളം താമസം? അടിയങ്ങളോട് സഹതാപം തോന്നണമേ. കാലത്ത് തന്നെ ഞങ്ങളെ നിന്റെ ദയയോട് തൃപ്തരാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആഴ്ചക്കാലമൊക്കെ ഞങ്ങൾ ഘോഷിച്ചാനന്ദിക്കും. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്ക് ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്ക് തക്കവണ്ണം ഞങ്ങൾ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വം വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേൽ ഇരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അത് ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. Praise the Lord. അനുഗ്രഹീതമായ സാംസ് റീഡ് ചെയ്ത് കേൾക്കുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിച്ചു. ദുഃഖിതരായിരിക്കുന്ന ഭവനാംഗങ്ങൾക്ക് അനുശോചനങ്ങൾ അറിയിക്കാനുള്ള സമയമാണ്. ചില കണ്ടോളൻസ് ഇവിടെ തങ്ങളുടെ ശരീരത്തിൽ പ്രസൻസായി കടന്നു വരുവാൻ കഴിയാത്ത പ്രിയപ്പെട്ടവരുടെ അറിയിച്ചിരിക്കുന്ന അനുശോചനങ്ങൾ ഇവിടെ വിശേഷിയാൽ അറിയിക്കുന്നു. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന പാസ്റ്റർ KC ജോൺ അനുശോചനം വിളിച്ചറിയിച്ചിട്ടുണ്ട്. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ജനറൽ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന വത്സൻ എബ്രഹാം, സെക്രട്ടറി ആയിരിക്കുന്നതായ വത്സൻ എബ്രഹാം അനുശോചനം അറിയിച്ചിരിക്കുന്നു. IPC ജനറൽ കൗൺസിൽ മെമ്പേഴ്സ് ദുഃഖിതരായിരിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് അനുശോചനം അറിയിച്ചിരിക്കുന്നു. അതുപോലെ IPC സ്റ്റേറ്റ് കൗൺസിൽ, കേരള സ്റ്റേറ്റ് കൗൺസിൽ, മിഡ് വെസ്റ്റ് റീജിയൻ, IPC ഈസ്റ്റേൺ റീജിയൻ, IPC സൗത്ത് ഈസ്റ്റേൺ റീജിയൻ, IPC ഫാമിലി കോൺഫറൻസ്, പാസ്റ്റർ TC മാത്യു ഫ്രം ന്യൂ ജേഴ്സി, IPC അറുമുറ്റിമംഗലം ചർച്ച്, IPC മാവേലിക്കര ഡിസ്ട്രിക്ട്, IPC മാവേലിക്കര വെസ്റ്റ്, പാസ്റ്റർ ജോൺ K. മാത്യു, പാസ്റ്റർ അലക്സ് മുളമൂട്ടിൽ എന്നിവർ തങ്ങളുടെ അനുശോചനങ്ങൾ വിളിച്ചറിയിച്ചിരിക്കുന്നു. IPA Church, New York, Pastor Finney Shamwood. We express our deepest condolence. You are in our prayers. ദൈവമായ കർത്താവെ സഹായിക്കട്ടെ. ചില കണ്ടോളൻസ് അറിയിച്ചിരിക്കുന്നതായ അതിനായിട്ട് ചില പേരുകൾ ഇവിടെ വായിക്കുന്നു. ക്രമമനുസരിച്ച് ദൈവദാസന്മാർ മുന്നോട്ട് കടന്നു വന്ന് കണ്ടോളൻസ് അറിയിക്കാനായിട്ട് അറിയിക്കുന്നു. Reverend KG Isho, Brother Sunny Kodangada, Reverend Alex Vertical,
who is the Secretary of IPC Midwest Region, Brother P.M. Shamuel, Church Secretary, Brother Prince Abraham. പ്രിയപ്പെട്ടവർ മുന്നോട്ട് കടന്നു വന്ന് കണ്ടോൺസ് അറിയിപ്പാനായിട്ട് പാർട്ടി ഈ വിളിക്കപ്പെട്ടതായ പേരുകൾ ഇവിടെ ഉണ്ടെങ്കിൽ മുന്നോട്ട് കടന്നു വരികയാണ്. അതുകൊണ്ട് ഞാൻ വായിക്കുന്നു. റവറൻ KG ഷോ, സണ്ണി കൊടുത്തറ, ഇവിടെയായിരിക്കാൻ ഇവിടെയാക്കിയതിനായി സ്തുതിക്കുന്നു. ഞങ്ങൾ വന്നതേ ഉള്ളൂ, യാത്രയിലായിരുന്നു. അതുകൊണ്ട് സാറ് ക്ഷമിക്കണം. പ്രിയ അമ്മച്ചിയെ ഞാൻ ആദ്യമായി കാണുന്നത് 20 വർഷത്തിന് മുമ്പാണ്. എൻ്റെ ഒരു സ്വന്തം അമ്മയെ പോലെ ഞാൻ സ്നേഹിക്കുകയും എന്നെ സ്നേഹിക്കുകയും ഞങ്ങളുടെ കുടുംബത്തെ സ്നേഹിക്കുകയും ചെയ്ത ഒരു മാതാവാണ്. മാതാവിന് ആ കുടുംബമായിട്ട് ഞങ്ങൾക്ക് പരിചയമുള്ളത് ഏതാണ്ട് ഒരു 40 വർഷത്തിൽ കൂടുതലാണ്. പ്രിയ പാസ്റ്റർ ബേബി വർഗീസും ഞങ്ങളുടെ ഫാമിലിയുമായിട്ട് ഏതാണ്ട് 45 വർഷത്തെ പരിചയമുണ്ട്. ഞാനും അദ്ദേഹവുമായി പരിചയപ്പെടുന്നത് ഡെൻവർ കൊളറാഡോ എന്ന സ്ഥലത്ത് വെച്ച് ഒന്നിച്ചൊരു ബൈബിൾ കോളേജിൽ സ്റ്റുഡൻസ് ആയിട്ട് വരുന്ന കാലത്താണ്. അന്നു മുതൽ ഈ നിമിഷം വരെയും ആ സ്നേഹബന്ധം പുലർത്തുവാനും അവരുടെ സഹോദര കുടുംബങ്ങളുമായി സ്നേഹബന്ധം പുലർത്തുവാൻ കഴിയുകയുണ്ടാക്കി. ഞാൻ അമ്മച്ചിയിൽ നിന്ന് പഠിച്ച ഒരു കാര്യം, ഇത്രയും ഭൗമികമായ നന്മകൾ ആ മാതാവിന് ഉണ്ടായിരുന്നെങ്കിലും ദൈവം കൊടുത്ത നന്മയാണ് ഇതെല്ലാം. അത് മാതാവിന്റെ മക്കളെ പഠിപ്പിക്കുന്നതിലും കൊച്ചുമക്കളെ പഠിപ്പിക്കുന്നതിലും വളരെ കാര്യമായി ശ്രദ്ധ പുലർത്തുകയാണ്. എത്ര നന്മയുണ്ടായാലും എത്ര ഭൗമിക അനുഗ്രഹങ്ങൾ ഉണ്ടായാലും ഇതെല്ലാം ദൈവത്തിന്റെ ദാനമാണെന്ന് ആ മാതാവ് മനസ്സിലാക്കുന്നു. അങ്ങനെ ഒരു മാതാവിനെ പരിചയപ്പെടുവാൻ ഇടയായതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ മാതാവിന്റെ വേർപാട് നമുക്ക് ഏവർക്കും ദുഃഖമാണ്. എനിക്ക് ദുഃഖമുണ്ടായി. എന്നാൽ ആശ്വാസം നൽകുന്നവനായ ദൈവം കുടുംബത്തെ ആശീർവദിക്കട്ടെ. ഉയരത്തിനുള്ളതായ ആശ്വാസവും ധൈര്യവും ബലവും അവർക്ക് നൽകട്ടെ. ദൈവസന്നിധിയിലായിരിക്കുന്ന മാതാവിനെ എന്റെ കുടുംബത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞാൻ എന്റെ കുടുംബത്തിന്റെയും ഞങ്ങളുടെ കുടുംബ ഫാമിലിയുടെയും അനുശോചനം പ്രിയ ഫാമിലി കഴിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നേരുന്നു. വളരെ പ്രത്യാശാനിർഭരമായ ഈ അവസരത്തിൽ ഒന്ന് രണ്ട് പ്രത്യാശയുടെ വാക്കുകൾ പറയുവാൻ ദൈവം ഒരുക്കിയ അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ത്യ ഓർത്തഡോക്സ് ദേവസഭ മിഡ്വെസ്റ്റ് റീജിയനുള്ള ബന്ധത്തിൽ കഴിഞ്ഞ ഏകദേശം 15-ലധികം വർഷമായിട്ട് ബഹുമാനപ്പെട്ട ഡോക്ടർ ബേബി വർഗീസുമായി പരിചയപ്പെട്ട കാലം മുതൽ ഈ മാതാവിനെ കാണുവാനും പരിചയപ്പെടുവാനും ഇടയായി. വളരെ അടുത്ത് ഇടപഴകുവാനുള്ള അവസരങ്ങൾ ലഭിച്ചിട്ടില്ലെങ്കിലും എല്ലായ്പ്പോഴും വളരെ സുസ്മേരവതയായി, ഒരുപക്ഷെ നിങ്ങളുടെ കൈകളിൽ ലഭിച്ചിരിക്കുന്നതായ പ്രോഗ്രാം ഷീറ്റ് നോക്കിയാൽ ആ പിക്ചറിൽ കാണപ്പെടുന്നത് പോലെയുള്ളതായ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആ മുഖഭാവം ആ വാത്സല്യ മാതാവിൽ എപ്പോഴും കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യം ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും, ആ മാതാവിനെ ഇതിനു മുൻപ് കണ്ടിട്ടുള്ളവർക്ക് എല്ലാവർക്കും നന്നായി മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. കർത്താവിനെ സേവിക്കുവാൻ തന്റെ ആയുസ് മുഴുവനും ദൈവം അവസരം ഒരുക്കിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ എനിക്ക് മുൻപ് പറഞ്ഞ കർത്താവിന്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ ഒരു നല്ല പൈതൃകം തന്റെ കുഞ്ഞുങ്ങൾക്ക് കാഴ്ചവെച്ചിട്ട് ഈ ലോകത്ത് നിന്ന് പ്രിയ മാതാവ് മാറ്റപ്പെട്ടു. ആ പൈതൃകത്തിൽ
പ്രിയ മാതാവിന് വളർന്നു വരുവാൻ, കുഞ്ഞുങ്ങളെ വളർത്തുവാൻ ദൈവമായ കർത്താവ് സഹായിച്ചല്ലോ എന്ന് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തുതി കരയച്ചു. ഞാൻ അധികം സമയമെടുക്കുവാൻ താല്പര്യപ്പെടുന്നില്ല. വിശുദ്ധ തിരുവെഴുത്തിൽ നിന്ന് ഒരു വേദഭാഗം ഉദ്ധരിച്ചിട്ട് എന്റെ വാക്കിൽ ഞാൻ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഇയ്യോബിന്റെ പുസ്തകം 14-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിലെ ഒരു വാക്യമാണ്. വിശുദ്ധ വേദപുസ്തകം നാം പരിശോധിച്ചാൽ നിരവധി ചോദ്യങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. വിശുദ്ധ തിരുവെഴുത്തിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ഉള്ളതായ ഒരു പുസ്തകമാണ് ഇയ്യോബിന്റെ പുസ്തകം. ആ ഇയ്യോബിന്റെ പുസ്തകത്തിലെ 2 ചോദ്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് എന്റെ വാക്കിൽ ഞാൻ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. 14-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: മനുഷ്യൻ പ്രാണനെ വിട്ടാൽ അവരെന്ത് ചെയ്യും? 14-ാം വാക്യത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്: മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? അതിന് ഉത്തരം നമ്മുടെ കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. വിട്ടുപിരിഞ്ഞാൽ നാം ക്രിസ്തുവിനോടുകൂടെ, മനുഷ്യൻ മരിച്ചാൽ നാം ഹല്ലേലൂയ ക്രിസ്തുവിനോടുകൂടെ സ്വർഗസ്ഥാനത്ത് നാം എത്തിച്ചേരും. ആ വലിയ പ്രത്യാശ നമുക്ക് ഈ പ്രിയ മാതാവിനെ കുറിച്ചുണ്ട്. ഈ പ്രിയ മാതാവ് നിത്യതയിൽ നമ്മുടെ കർത്താവിനോടുകൂടെ വിശ്രമിക്കുന്നു എന്നുള്ള വലിയ പ്രത്യാശ നമ്മുടെ ഉള്ളിൽ ദൈവം നൽകിയിരിക്കുന്നു. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ പ്രിയ മാതാവിന്റെ മക്കളെ ഒരു കാര്യം ഞാൻ പറഞ്ഞതിന്റെ വാർത്ത അവസാനിപ്പിക്കുന്നു. ആ വലിയ പ്രത്യാശയിൽ ഹല്ലേലൂയ ദേഹവിയോഗത്തിൽ നമ്മൾ ദുഃഖിതരായിരിക്കുന്നുവെങ്കിലും അവർക്ക് വലിയ പ്രത്യാശയിൽ നമുക്ക് മുന്നോട്ട് പോകുവാൻ ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ മിഡ്വെസ്റ്റ് സ്ട്രീറ്റിന്റെ എല്ലാവിധമായ ഹല്ലേലൂയ പ്രാർത്ഥനയും നിങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കുമെന്നുള്ള വാക്കുകളോടുകൂടെ എന്റെ വാക്കുകൾ വിരമിക്കും. APC എബനേസർ ചർച്ചിന്റെ സെക്രട്ടറി ആയിരിക്കുന്ന പ്രധാനദാസൻ PM ഷാമുവേൽ മുന്നോട്ട് കടന്നു വന്ന് ഒരു നിമിഷം എടുക്കും. കണ്ടോളൻസ് അറിയിക്കുന്ന പ്രിയപ്പെട്ടവർ ഒരു മിനിറ്റിൽ നിർത്തണമെന്ന് വിശേഷിയാൽ ഏറ്റവും ധന്യമായ ഒരു ജീവിതത്തിന് ഉടനെയായിരുന്നു കർത്തൃസേനയിൽ ചേർക്കപ്പെട്ടതായ പ്രിയ അമ്മച്ചി. എനിക്ക് അമ്മച്ചിയെ കുറിച്ചുള്ളതായ ചില ഓർമ്മകൾ പങ്കുവയ്ക്കട്ടെ. ഇല്ലാത്തതുണ്ടാക്കി അല്പമുള്ളത് ധരിപ്പിച്ച് പറയുകയല്ല. അമ്മച്ചി അതിഥി സൽക്കാരപ്രിയയായിരുന്നു. കർത്തൃദാസന്മാരെ ശുശ്രൂഷിക്കുകയും ആദരിക്കുകയും മാന്യമായി യാത്ര അയക്കുന്നതിൽ ശ്രദ്ധാലുവുമായിരുന്നു. സമൂഹത്തിലെ ദരിദ്രരെയും അശരണരെയും കുറിച്ച് കരുതലുള്ള അമ്മച്ചിയായിരുന്നു. ഇങ്ങനെയുള്ള അനേകരെ വീട്ടിൽ താമസിപ്പിച്ച് വിദ്യാഭ്യാസം ചെയ്യിച്ച് കരകയറ്റിയിട്ടുണ്ട്. എല്ലാവരെയും ഒരുപോലെ സ്നേഹിച്ചിരുന്നു. മോനെ, മോളെ, കുട്ടി, ഇതിലേതെങ്കിലും പേരിനോട് ചേർക്കാതെ ആരെയും സംബോധന ചെയ്തിരുന്നില്ല. പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്യുന്ന അമ്മച്ചിയായിരുന്നു. പ്രവചനപരവും മറ്റു കൃപാവരങ്ങളും ഉള്ളതായ അമ്മച്ചിയായിരുന്നു. പ്രാർത്ഥിക്കുന്ന ഒരു ദൗത്യമായി അമ്മച്ചി ഏറ്റെടുത്തിരുന്നു. അനുഗ്രഹവും വിടുതലും നന്മകളും അമ്മച്ചിയുടെ പ്രാർത്ഥനയോടെ പ്രാപിച്ചവർ എണ്ണത്തിൽ വളരെയാണ്. വേണ്ടത്ര സൗഖ്യമില്ലാത്ത ഭവനത്തിലായിരുന്ന പല അവസരങ്ങളും ഉണ്ടായിരുന്നു. ആരാധനയ്ക്ക് അമ്മച്ചി വന്നു കാണുകയില്ലെന്ന് മുൻപിലിരിക്കുന്നവർ ചിന്തിക്കുമെന്നാൽ സാക്ഷ്യത്തിന്റെ സമയത്ത് വർണ്ണിച്ചിടാൻ എനിക്കെന്റെ നാവ് പോരായെ എന്ന ഉച്ചത്തിലുള്ള പാട്ട് കേൾക്കുമ്പോൾ തിരിഞ്ഞു നോക്കുന്നവർക്ക് കാണാൻ കഴിയുന്നത് മൈക്ക് പിടിച്ചുകൊണ്ട് സാക്ഷ്യത്തിന് എഴുന്നേൽക്കുന്ന അമ്മച്ചിയാണ്. ഏവരും അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ദൈവത്തെ സ്തുതിച്ചു പോകും. സഭയിലെ സഹോദരി സമാജം സെക്രട്ടറിയായ